നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയാണ് ഉൽപ്പത്തി പുസ്തകത്തിലേത്, അല്ലേ? എന്നാൽ ആ കഥയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? അധികമാരും ശ്രദ്ധിക്കാത്ത, അധികമാരും കേൾക്കാത്തൊരു തുടർച്ചയുണ്ടാ കഥയ്ക്ക്. ആ ഒരു ലോകത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യത്തെ കുടുംബം അനുഭവിച്ച തീരാത്ത ദുഃഖം, അവർ നേരിട്ട പ്രലോഭനങ്ങൾ, പിന്നെ ആദാം അവസാനമായി വെളിപ്പെടുത്തിയ ചില പ്രവചനങ്ങൾ. ഇതിന്റെ എല്ലാം ആഴങ്ങളിലേക്കുള്ളൊരു യാത്രയാണ് ഈ വിവരണം. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? ഈ കഥ തുടങ്ങുന്നത് ലോകസൃഷ്ടിയിൽ നിന്നൊന്നുമല്ല, മറിച്ച് ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം. അത് ഒരു കുടുംബത്തെ എങ്ങനെയാണ് തകർത്തെറിഞ്ഞത് എന്നുള്ള ആ ഒരു വേദനിപ്പിക്കുന്ന സത്യത്തിൽ നിന്നാണ്. അപ്പോ ഈ ആദ്യ ഭാഗത്തില് നമ്മൾ കാണാൻ പോകുന്നത് ആദാമിന്റെയും ഹവ്വയുടെയും തകർന്ന ഹൃദയങ്ങളെക്കുറിച്ചാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് അവർക്കൊരു പുതിയ പ്രത്യാശ ലഭിച്ചത് എന്നും നമുക്ക് നോക്കാം. തന്റെ മകൻ ഹാബേലിന്റെ മരണശേഷം ആദാമും ഹവ്വയും ഏകദേശം 140 ദിവസത്തോളം ദുഃഖത്തിലായിരുന്നു. അവർ ഹാബേലിന്റെ ശരീരം നിധികളുടെ ഗുഹ എന്ന് വിളിക്കുന്ന ഒരിടത്ത് അടക്കം ചെയ്തു. ആ ശരീരത്തിനു മുന്നിൽ രാവും പകലും ഒരു വിളക്കും അവർ കത്തിച്ചുവെച്ചു. അത്ര പരിശുദ്ധമായിരുന്നതുകൊണ്ട് തന്നെ ആ ശരീരത്തിൽ നിന്ന് ഒരു സുഗന്ധം വമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 7 വർഷം, നീണ്ട 7 വർഷം അവർക്ക് പിന്നീട് കുട്ടികളുണ്ടായില്ല. ഈ നിധികളുടെ ഗുഹ എന്ന സ്ഥലം ഈ കഥയിലെ ഒരു പ്രധാന കേന്ദ്രബിന്ദുവാണ്. ഓർത്തുവെച്ചോളൂ. 7 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും വിലാപത്തിനും ശേഷം അവർക്കൊരു മകൻ ജനിക്കുകയാണ്, സേത്ത്. ആ പേരിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണത്. തങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരു കുഞ്ഞിനെ തരണേയെന്ന് ആദാം പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായിരുന്നു സേത്ത്. നീതിമാനായ ഹാബേലിന് ഒരു പകരക്കാരനായിട്ടാണ് അവനെ കണ്ടിരുന്നത്. അതായത് മനുഷ്യവംശത്തിന്റെ നല്ല പരമ്പരയുടെ ഒരു പുതിയ തുടക്കം. ഇനി ഈ പുസ്തകത്തിലെ ഏറ്റവും രസകരമായൊരു ഭാഗത്തേക്ക് വരാം. ഇതിലെ വില്ലൻ, അതായത് സാത്താൻ, എത്രത്തോളം നേരിട്ടും വ്യക്തിപരമായും ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും. ആദ്യം സാത്താന്റെ ലക്ഷ്യം ആദാമായിരുന്നു. ഒറ്റയ്ക്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആദാമിനെ വഴിതെറ്റിക്കാൻ അവനൊരു ശ്രമം നടത്തി. അവൻ വന്നത് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു. എന്നിട്ട് ദൈവത്തിന്റെ വാക്കുകളെ വളരെ തന്ത്രപരമായി വളച്ചൊടിക്കാൻ തുടങ്ങി. അവൻ ആദാമിനോട് പറഞ്ഞു, നിന്റെ യൗവനത്തിലെ ദിനങ്ങൾ ആനന്ദത്തിലും സന്തോഷത്തിലും ചെലവഴിക്കുക, കാരണം നിന്റെ നാളുകൾ ചുരുക്കമാണ്, നിന്റെ പരീക്ഷണം വലുതും. അതായത് ഇവിടത്തെ സുഖഭോഗങ്ങളിലും സുന്ദരികളായ മക്കളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുകയാണ്. ആദാമിന്റെ മാനുഷികമായ ആഗ്രഹങ്ങളെ മുതലെടുക്കാനുള്ളൊരു ശ്രമം. ആ ശ്രമം പരാജയപ്പെട്ടു. പക്ഷെ സാത്താൻ വിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം അവൻ അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു. ആദാമിന്റെ ഭക്തനായ മകൻ സേത്ത്. ഇത്തവണ തന്ത്രം മാറ്റി. ഒരു ദൈവദൂതന്റെ രൂപത്തിൽ പ്രകാശിക്കുന്നൊരു മാലാഖയായിട്ടാണ് അവന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ എന്തായിരിക്കും സേത്തിന് അവൻ കൊടുത്ത വാഗ്ദാനം? അവൻ സേത്തിന് മുന്നിൽ വർണ്ണിച്ചത് ഭൂമിയെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് പ്രകാശത്തിന്റെയും ശക്തിയുടെയും മറ്റൊരു ലോകത്തെക്കുറിച്ചായിരുന്നു. അവിടെ പാപങ്ങളില്ല, നിയമങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ എന്തായിരുന്നു അവന്റെ അവസാനത്തെ ഓഫർ? അവൻ പറഞ്ഞതിങ്ങനെയാണ്: അതൊരു പ്രകാശത്തിന്റെ ലോകമാണ്. അവിടുത്തെ നിവാസികളെല്ലാം ദൈവങ്ങളെപ്പോലെയാണ്. സ്ത്രീകൾ ഇവിടെയുള്ളവരെക്കാൾ സുന്ദരികളാണ്. അവിടെ കഷ്ടപ്പാടുകളോ പ്രാർത്ഥനയോ ഇല്ല, പാപമോ മൃഗീയമായ ആഗ്രഹങ്ങളോ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ദുരിതം പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരു മോചനവും ഒരു ദൈവിക പദവിയുമാണ് അവൻ വാഗ്ദാനം ചെയ്തത്. പക്ഷെ സേത്ത് വളരെ വിവേകശാലിയായിരുന്നു. അവൻ നേരെ പോയി തന്റെ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. അങ്ങനെ ആ ചതിയും പൊളിഞ്ഞു. അപ്പോ ഇവിടെയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. മനുഷ്യരാശി 2 വ്യത്യസ്ത വഴികളായിട്ട് പിരിയുകയാണ്. ഈയൊരു ആശയം ഈ പുസ്തകത്തിന്റെ തന്നെ കാതലാണ്. ഇവിടെ നമുക്ക് ആ വ്യത്യാസം വളരെ വ്യക്തമായി കാണാം. ഒരു വശത്ത് സേതിന്റെ മക്കൾ, അവരെ ദൈവത്തിന്റെ മക്കൾ എന്നാണ് വിളിക്കുന്നത്. അവരൊരു പുണ്യപർവ്വതത്തിലാണ് ജീവിച്ചത്. ഉപവാസവും പ്രാർത്ഥനയുമായി നിഷ്കളങ്കമായി കഴിഞ്ഞുപോന്നു. അവർക്ക് മാലാഖമാരുടെ ശബ്ദം കേൾക്കാമായിരുന്നു പോലും. മറുവശത്ത് കായന്റെ മക്കൾ, അവർ താഴ്വരയിലാണ് ജീവിച്ചത്. വീഞ്ഞും മാരകായുധങ്ങളും കണ്ടുപിടിച്ചു. കവർച്ചയും കൊലപാതകവും കാമവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. പാപത്തെ ആളിക്കത്തിക്കുന്ന സംഗീതം വായിച്ചു. അവർ സ്വന്തം സഹോദരിമാരെയും അമ്മമാരെയും വരെ വിവാഹം കഴിച്ചു. അത്രയ്ക്ക് 2 ധ്രുവങ്ങളിലായിപ്പോയി മനുഷ്യർ. അങ്ങനെ 2 തട്ടിലായിപ്പോയ ഈ തലമുറകൾ തമ്മിലുള്ള സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്കെത്തുകയാണ്. ആ വേർതിരിവ് എങ്ങനെയാണൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് നോക്കാം. 1 വർഷത്തോളം സേത്തിന്റെ മക്കൾ ആ പുണ്യപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. താഴെ നിന്നുള്ള സംഗീതം, കായന്റെ പിൻഗാമികൾ അണിഞ്ഞിരുന്ന വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ, ഇതെല്ലാം അവരുടെ മനസ്സിനെ പതിയെ പതിയെ മാറ്റിമറിക്കാൻ തുടങ്ങി. അവരുടെ നേതാവായിരുന്നു യാരദ്. അദ്ദേഹം അവരോട് അപേക്ഷിച്ചു, നമ്മുടെ പിതാവായ ആദാമിന്റെ മരണത്തെയോർത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ കേൾക്കണം. ഈ പുണ്യപർവ്വതത്തിൽ നിന്ന് താഴേക്ക് പോകരുത്.
ആ യാത്രയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ആ മുന്നറിയിപ്പുകൾ ആരും ചെവിക്കൊണ്ടില്ല. 100 പുരുഷന്മാരുടെ ഒരു സംഘം താഴേക്ക് പോയി ഒന്ന് ആസ്വദിക്കാൻ തീരുമാനിച്ചു. അവർ പർവ്വതമിറങ്ങി. അവിടെ വച്ചവർ കായേന്റെ പുത്രിമാരെ കണ്ടു. കാമത്താൽ അവർ മതിമറന്ന് മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മുകളിലേക്ക്, ആ പുണ്യപർവ്വതത്തിലേക്ക് തിരികെ പോവണമെന്ന് തോന്നി. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. ആ പർവ്വതത്തിലെ കല്ലുകൾ അവർക്കു മുന്നിൽ ആളിക്കത്തുന്ന തീ പോലെയായി. അവരുടെ മടക്കയാത്ര എന്നേക്കുമായി തടഞ്ഞു. അതൊരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആയിരുന്നു. വിശുദ്ധിയിൽ നിന്നുള്ള ശാശ്വതമായൊരു വീഴ്ച. തന്റെ 930 വർഷത്തെ ജീവിതം അവസാനിക്കാറായപ്പോൾ ആദാം തന്റെ കൂടെയുണ്ടായിരുന്ന നീതിമാന്മാരായ പിൻഗാമികളെ ഒന്നിച്ചുകൂട്ടി. ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചില നിർണായകമായ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തിക്കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. അദ്ദേഹം പ്രവചിച്ചു, പാപം നിറഞ്ഞ ഈ ലോകത്തെ ശുദ്ധീകരിക്കാനായി ഒരു മഹാപ്രളയം വരും, ഒരു ദൈവിക റീസെറ്റ് പോലെ. ആ പ്രളയത്തിൽ നിന്ന് വെറും 8 പേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന്. അതിലും വലിയൊരു രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ സ്വന്തം ശരീരത്തിന്റെ യാത്രയെക്കുറിച്ചായിരുന്നു അത്. പ്രളയം വരുമ്പോൾ നോഹ തന്റെ ശരീരം പെട്ടകത്തിൽ വെക്കണം. പ്രളയത്തിനു ശേഷം അത് ഭൂമിയുടെ മധ്യത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം. ഭാവിയിൽ ആ സ്ഥലം ഒരു രക്ഷയുടെ കേന്ദ്രമായി മാറും. അവിടെ ഒരു രക്ഷകൻ വരും. രാജാക്കന്മാർ ആ രക്ഷകന് സ്വർണവും കുന്തിരിക്കവും മീറയും കാഴ്ചവെക്കും. അതായത് തന്റെ ശരീരം പോലും മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന്റെ ഭാഗമാകുമെന്ന് ആദാം പ്രവചിച്ചു. മാത്രമല്ല, ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം തനിക്ക് നൽകിയ ആ 3 സമ്മാനങ്ങളുടെ അർത്ഥവും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. സ്വർണം വരാനിരിക്കുന്ന രക്ഷകൻ ഒരു രാജാവാണെന്നതിന്റെ അടയാളമാണ്. കുന്തിരിക്കം അവൻ ദൈവമാണെന്നതിന്റെ അടയാളം. പിന്നെ മീറ അവന്റെ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും അടയാളം. കണ്ടില്ലേ, എത്ര കൃത്യമായിട്ടാണ് ആദാം ഈ കാര്യങ്ങളെല്ലാം ഭാവിയിലെ രക്ഷകരുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കഥയ്ക്ക് എത്ര വ്യത്യസ്തമായൊരു മുഖമാണ് ഈ പുസ്തകം നൽകുന്നത്, അല്ലേ? ഇത് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മളറിയാതെ വിസ്മൃതിയിൽ ആണ്ടുപോയ ഗ്രന്ഥങ്ങളിൽ എത്രയെത്ര കഥകളായിരിക്കും വീണ്ടും കണ്ടെത്താനായി കാത്തിരിക്കുന്നത്.